വിജയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാലേട്ടനെ വെച്ചിട്ടാ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ആ ട്രെയിലറിന്റെ ലാസ്റ്റും ഇന്ത് നടയിൽ പോതുമ ഇന്നും കൊഞ്ചം വേണമോ അതൊക്കെ ഉപയോഗിച്ചല്ലോ. ലാൽ എന്നുള്ള പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ വെച്ചിട്ടാണ് ഇവര് ആകെ ചെയ്യണ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഒരു ബ്രാൻഡിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള തുടക്കത്തിലൊക്കെ ഉള്ള 2-3 ലിറിക്സ് ആ മറ്റേ ആ ഒരു ലൈനൊക്കെ ഞാൻ ഇങ്ങനെ വായിക്കരുത്. എന്താണ് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? ഇത് ആരാ എഴുതിയാവോ? എനിക്ക് ഹായ് ഹലോ കഥൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഇറങ്ങാൻ ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ. സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണെന്നറിയില്ല അങ്ങനെ കൊടുക്കാത്തത്. എനിവേസ് ഒരു ഒരു ട്രെയിലർ പുറത്തു വിട്ടായിരുന്നു. ആൻഡ് ആ ട്രെയിലറിലാണ് സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും പീക്ക് ലെവൽ ഒരു ഒരു ഹൈപ്പിലേക്ക് കയറിപ്പോയത്. പീക്ക് ഇൻ ദ സെൻസ് അറിയാലോ ലാലേട്ടൻ ഉണ്ട് സിനിമയിൽ. ലാലേട്ടൻ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ മുതലേ സിനിമയ്ക്ക് ഒരുപാട് എന്താ പറയാ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ആൻഡ് ലാലേട്ടന്റെ പോർഷൻസ് ഒക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആ ട്രെയിലറിൽ റിവീൽ ചെയ്തപ്പോൾ വേറെ ഫീൽ ആയിരുന്നു. ആൻഡ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലാലേട്ടനാണ് തോന്നുന്നു. അപ്പൊ ഒരുപാട് ഗില്ലി റെഫറൻസ്, അതുപോലെ ഐ മീൻ വിജയ് സിനിമകളുടെ റെഫറൻസ് ഒക്കെ ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ട്രെയിലറിലൊക്കെ. എനിക്ക് തോന്നുന്നു ലാലേട്ടനാണ് ഒരു പ്രോപ്പർ വിജയ് ഫാൻ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ആൻഡ് ഇന്നിതാ ഒരു ഒരു ലിറിക്കൽ വീഡിയോ ഔട്ട് ആയിട്ടുണ്ടായിരുന്നു, അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞിട്ട്. ഏകദേശം 4 മിനിറ്റ് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി അത് കണ്ടു. കാരണം 4 മിനിറ്റ് ഒന്നും ഇപ്പം ഇരുന്ന് കണ്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. അപ്പോ ഈ ഒരു ലിറിക്കൽ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു കണ്ട്. സത്യം പറയട്ടെ, ഫസ്റ്റ് വട്ടം കേട്ടപ്പോൾ തന്നെ എനിക്ക് പാട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇപ്പോഴും കേൾക്കുമ്പോഴും വലിയ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അതില് എടുത്തു വെക്കണ കുറച്ച് കുറച്ച് എന്താ പറയാ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടനും ദിലീപും ഡാൻസ് കളിക്കണ ഐ മീൻ അവരാ കോമ്പിനേഷൻ ഡാൻസ് സീൻ ആവട്ടെ, പിന്നെ ലാലേട്ടനെ പോർട്രേ ചെയ്തിട്ടുള്ള രീതി ആവട്ടെ, എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. ഐ മീൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ലിറിക്കൽ വീഡിയോ ആണല്ലോ. ഇപ്പൊ ലിറിക്സ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു ആനിമേറ്റഡ് രീതിയിൽ പോയിട്ട് കുറച്ച് റിയൽ സീൻസ് ഒക്കെ കാണിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ആൻഡ് എന്തുകൊണ്ടോ എനിക്ക് ഈ പാട്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് തുടക്കത്തിലൊക്കെ 2-3 ലൈനൊക്കെ കേട്ടിട്ട് ചിരി വന്നു കേട്ടോ. ഒരു ഒരു അറിയില്ല, അത് ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ. എനിക്ക് ഇങ്ങനെ തോന്നിയത്, എനിക്ക് ബാക്കിയുള്ളവർക്ക് എങ്ങനെ തോന്നിയെന്ന് അറിയില്ല. എന്നാലും എനിക്ക് പാട്ട് വലിയ വർക്കായില്ല. പക്ഷെ അതിലെ സീനുകൾ, ഡാൻസ് പ്രത്യേകിച്ച് ദൈവമേ, ലാലേട്ടൻ എന്താ പരിപാടി കാണിക്കണത് എനിക്ക് മനസ്സിലാവണില്ല. ലാലേട്ടൻ ഡാൻസ് ഒക്കെ ആ ഫ്ലെക്സിബിലിറ്റി ആവട്ടെ, ആ ഡാൻസ് കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഇങ്ങോട്ട് ഇത് ഈ ഒരു പാട്ട് എന്തോ ആവട്ടെ, പക്ഷെ തിയേറ്ററിൽ ഈ ഈ ലാലേട്ടൻ ഡാൻസ് കളിക്കുന്ന സമയമൊക്കെ വരുമ്പോൾ വേറെ ലെവൽ വൈബായിരിക്കും. അത് 100% ഉറപ്പാ, ഗ്യാരണ്ടീഡ് പരിപാടിയാണ്. ആൻഡ് ഇത് ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്നത് ലാലേട്ടൻ ഫാൻസിനായിരിക്കും. കാരണം ഈ ഒരു കൊല്ലം എന്ന് പറയുന്ന ലാലേട്ടന്റെ 2025 ലാലേട്ടന്റെ ഇയർ ആണല്ലോ. അപ്പൊ അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത് ഒരു ഒരു കിഡിൽ മാസ് പരിപാടി ആയിട്ടായിരിക്കും എൻഡ് ചെയ്യുന്നതാ. അപ്പൊ ഒരു ഒരു പെർട്ടിക്കുലർ സീൻ ഒന്ന് കണ്ടോക്കാം. എനിക്ക് കുറച്ചെങ്കിലും ഇത് ഈ ഈ ഒരു ലിറിക്കൽ വീഡിയോന്റെ വേറെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലാലേട്ടൻ ട്രിബ്യൂട്ട് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിട്ടോ. പ്ലസ് കുറേ വിജയ് എന്താ ദളപതി റെഫറൻസ് ഉണ്ട്. എനിക്ക് ഇത് കേട്ടപ്പോ ഒരു കാര്യം കൂടെ എവിഡന്റ് ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എവിഡന്റ് ആയി തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇവരിൽ ഈ ഒരു ഒരു ടീമില് ആരെങ്കിലും ഒരാൾ ഭയങ്കര വിജയ് ഫാൻ ആയിരിക്കും. അത് 100% ഷുവറാ. കാരണം ഈ ആ പാട്ട് കേൾക്കുമ്പോൾ പോലും എനിക്കിത് കേട്ടപ്പോ എന്താ ഓർമ്മ വെച്ചാൽ ഒരു പ്രോപ്പർ വിജയ് സിനിമകളിൽ എങ്ങനെയാണ് ഒരു 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 സോങ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള പരിപാടി എങ്ങനെയാ, അതേപോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു എന്താ പറയാ വിജയ് സിനിമയില് ഒരു ഒന്നെങ്കിൽ തുടക്കത്തിൽ, ഇപ്പൊ കുറച്ചായിട്ട് തുടക്കത്തിലാണല്ലോ, അങ്ങനെ ഒരു ഒരു വിജയ് എല്ലാവരുടെ ഇടയിൽ നിന്ന് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ടാവും. അത് ഷുവറാണ് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതേപോലെ തോന്നി. അവിടെ വിജയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലാലേട്ടനെ വെച്ചിട്ടാ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ ലാലേട്ടന്റെ ഓരോ പരിപാടിയും പിന്നെ ആ ഒരു മൊത്തത്തിലുള്ള സ്ഥലത്തും ഒരുപാട് വിജയ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇതിലൊരു വിജയ് ഫാനായിട്ടായിരിക്കും ഉണ്ടാവുക. കാരണം ആ ട്രെയിലറിന്റെ ലാസ്റ്റും ഇന്ത് നടയിൽ പോതുമ ഇന്നും കൊഞ്ചം വേണമോ അതൊക്കെ ഉപയോഗിച്ചല്ലോ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഒരു പെർട്ടിക്കുലർ സീൻ കണ്ടോക്കാം. ആൻഡ് ഇതിൽ കൊടുത്തിട്ടുള്ള ലിറിക്സ് ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചില ചില ഭാഗത്ത് കൊടുത്തിട്ടുള്ള പരിപാടി അത് ലാലേട്ടന് വേണ്ടി മാത്രം കൊടുത്തിട്ടുള്ള ലൈൻ പോലെ തോന്നി. ആൻഡ് ഈ പടം ഇപ്പൊ വന്ന് ഇതിപ്പോ ലാലേട്ടന്റെ പടമാണോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അത്രയും ഐ മീൻ മോഹൻലാൽ എന്നുള്ള പറഞ്ഞിട്ടുള്ള ബ്രാൻഡിനെ വെച്ചിട്ടാണ് ഇവര് ആകെ ചെയ്യണ പ്രൊമോഷൻ എന്ന് പറയുന്നത് അതാണ്. ആ ഒരു ബ്രാൻഡിനെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യണത്. ഇപ്പൊ ഒരു പ്രൊമോഷൻ രീതിയിലായിരിക്കും ഈ ഒരു ലിറിക്കൽ വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ആ ഒരു ഭാഗം കണ്ടുനോക്കാം. ഈ ഭാഗം
മൊത്തം പാട്ടും ഒരു ബിലോ ആവറേജ് ഫീലാണ് എനിക്ക് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഈ ഒരു ലൈനും അവിടെ ലാലേട്ടന്റെയും ദിലീപിന്റെ ആ ഒരു ഡാൻസ് കോമ്പിനേഷനും വരുമ്പോ അത് രസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ തിയേറ്ററിൽ ഇത് 100% ഒരു വൈബ് പരിപാടി ആയിരിക്കും. പക്ഷെ എന്നാലും പാട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എനിക്ക് തോന്നണാണോ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഒട്ടും അങ്ങട് ഡൈജസ്റ്റ് ആയില്ല. ആ ഒരു ലിറിക്സ് ആവട്ടെ, ആ ഒരു പാട്ടാവട്ടെ. ചില ഭാഗത്തുള്ള ലിറിക്സ് ഓക്കെ. അല്ലാണ്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് വലിയൊരു ഇങ്ങനെ അഡ്രിനാലിൻ റഷ് പരിപാടി ഒന്നും ഫീൽ ചെയ്തില്ല ഇതില്. ഒരു പാട്ട് കേൾക്കുമ്പോ ഇപ്പം ഭയങ്കരമായിട്ട് ഒരു ഇത് വരുമല്ലോ. ഒരു പക്ഷെ ഐ മീൻ അനിരുദ്ധിന്റെ ചില പാട്ടുകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത് ഒട്ടും അത് കണക്ട് ആവാറില്ല. പിന്നെ അങ്ങനെ കേട്ട് 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 അതിന്നൊരു ഒരു 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 എനർജി കിട്ടാറുണ്ടായിരുന്നു. പക്ഷെ ഇത് കേട്ട് കേട്ട് കേട്ടിട്ട് പോലും ഒരു എനർജി ഒന്നും ഫീൽ ചെയ്തില്ല. ഇനി എന്താണെന്നുള്ള അറിയില്ല. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ഈ അഭിപ്രായങ്ങളാണല്ലോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് അപ്പൊ ഇതിന്റെ തുടക്കത്തിലൊക്കെ ഉള്ള 2-3 ലിറിക്സ് ആ മറ്റേ ആ ഒരു ലൈനൊക്കെ ഞാൻ ഇങ്ങനെ വായിക്കായിരുന്നു. എന്താണ് അതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? ഇത് ആരാ എഴുതിയാവോ? എനിക്ക് പേരുണ്ടാവും ഒബിയസ്ലി അതില്. എന്തായാലും ഒരു കോമഡി പരിപാടി തോന്നി. എന്നാലും തിയേറ്ററിൽ വരുമ്പോൾ 100% വൈബ് ആവും. ആൻഡ് എൽ ഫാക്ടർ ലാലേട്ടനെ വെച്ചിട്ടാണ് പരിപാടി മൊത്തം കൊണ്ടുപോണത്. ലാലേട്ടനാണ് ഒരു 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 എന്താ പറയാ വലിയൊരു പ്രൊമോഷൻ ടൂൾ എന്ന് തന്നെ പറയാം ഈ സിനിമയ്ക്ക്. നമുക്ക് എന്തായാലും കാണാം. 3 ദിവസമേ ഉള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ സിനിമ ഇറങ്ങും. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കാണും. കണ്ടു കഴിഞ്ഞാൽ നമ്മളെ അഭിപ്രായം നമ്മുടെ ചാനലിൽ കൂടെ ഷെയർ ചെയ്യും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.